ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ക്രിസ്മസ് ഇങ്ങ് എത്താറായി, ഇനി ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്മസ് ഹെയർ ബാൻഡ്സ് ആവാം ഇനിയുള്ള വീഡിയോസിൽ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ഹെയർ ബാൻഡിൻ്റെ, എല്ലാവരും അതൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആണ്, എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിനായിട്ട് ഇതുപോലത്തെ റെഡ് കളർ ലേസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റോൺ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റാണ്, ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു മെറ്റൽ ബോ. ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്കിന്ന് 2 ഹെയർ ബാൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഹെയർ ബാൻഡ് ഞാനിവിടെ ഒരെണ്ണേ കാണിച്ചിട്ടുള്ളൂ, മെറ്റൽ ബോ 2 വെച്ചിട്ട് 2 ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ ഹെയർ ബാൻഡിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിന് എത്രയാണോ അളവ് സൈസ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ. ഇനി അത് ഒരൊറ്റ പീസ് കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചുറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരു പീസും കൂടി കട്ട് ചെയ്യണം. അത് നമ്മൾ നീളം നോക്കിയിട്ട് എത്ര വേണമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ക്രിസ്മസിൻ്റെ ഹെയർ ബാൻഡിൻ്റെ സീരീസ് ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്കത് ഒരുപാട് ചെയ്യാൻ പറ്റി. ഞാൻ ഓണത്തിന് ഹെയർ ആക്സസറീസിൻ്റെ സീരീസ് ഇടണമെന്ന് വിചാരിച്ചിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസും കൂടി ഒരുമിച്ച് ചെയ്ത കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ജ്വല്ലറി മേക്കിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു 10 വീഡിയോ, പക്ഷേ ഹെയർ ബാൻഡിൻ്റെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രിസ്മസിന് അങ്ങനെ ഒരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റി. ക്രിസ്മസ് ഹെയർ ബാൻഡ് സ്പെഷ്യലായിട്ട് കുറച്ച് വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഒന്നും നടക്കില്ല എന്ന് പറയുന്നത് സത്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഓണത്തിന് ഞാൻ അതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് ഹെയർ ആക്സസറീസ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ക്രിസ്മസിന് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കാണണം. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ ബോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാഞ്ഞത്. ഇനി നമുക്ക് ലേസ് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ബോയ്ക്ക് എത്ര ലേസ് വേണോ അതിനനുസരിച്ച് നീളത്തിൽ കട്ട് ചെയ്യുക. നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നില്ല. ഒരു അറ്റത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് നീക്കിയിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. 2 സൈഡും ഒരേ ലെവൽ വരുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് ഗ്ലൂ വെച്ചിട്ട് അവിടെ ഒട്ടിച്ചാൽ മതി. ഞാൻ ആ ഒട്ടിക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 കൂടി ലാസ്റ്റ് കാണാം കേട്ടോ, 2 ഹെയർ ബാൻഡും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഹെയർ ബാൻഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ചെറിയ പീസ് ഗ്ലിറ്റർ ഷീറ്റ് തന്നെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ബോർഡ് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ എത്ര ലെങ്ത്ത് നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്യുക. അതിനനുസരിച്ച് തന്നെ നമ്മുടെ ലേസും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 പീസ് ലേസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലേസിൻ്റെ 2 സൈഡും ഉരുക്കാൻ മറക്കരുത്. ഇനി നമ്മൾ 2 സൈഡിലും ലേസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ലേസ് ഒട്ടിച്ച് കൊടുക്കുക. B7000 ഗ്ലൂ ആണ് കേട്ടോ എപ്പോഴും നല്ലത്. എൻ്റെ കയ്യിൽ ഗ്ലൂ കഴിഞ്ഞു, എനിക്കിവിടെ വാങ്ങിക്കാൻ കിട്ടിയിട്ടുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ വേറെ ഗ്ലൂ എടുത്തിരിക്കുകയാണ്. പക്ഷേ നല്ലത് എപ്പോഴും B7000 തന്നെയാണ്, ഈ ഗ്ലൂവിനേക്കാളൊക്കെ നല്ലത്. ഇതൊക്കെ ഒട്ടിയെടുക്കാനായിട്ട് കുറേ സമയം എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഫെവി ബോണ്ടൊക്കെ ഒരു മഞ്ഞ കളർ വരിക, അതുപോലെ ആകെ പടർന്ന് പിടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഹെയർ ബാൻഡ് ചെയ്യാൻ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ B7000 തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. പക്ഷെ അതിലും കൂടുതൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് B7000 ഗ്ലൂ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരേപോലെ തന്നെ നോക്കിയിട്ട് ഒട്ടിക്കുക. നമ്മൾ ആദ്യത്തെ സൈഡ് എങ്ങനെയാണ് ഒട്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടോ. ഫ്രണ്ട് തുടങ്ങണതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്, 6 മോഡലാണല്ലോ, അപ്പോൾ ഒരേപോലെ തന്നെയാണ്. പക്ഷെ ആ തുടക്കം നമ്മൾ രണ്ടും ഒരേ രീതിയിൽ തന്നെ വരാൻ നോക്കുക, അറ്റഭാഗം. ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളയുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ഉരുക്കി കൊടുക്കാൻ മറക്കരുത് ആരും. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ലെയറാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. 3 ലെയർ വരുന്ന ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എളുപ്പമാണ്. ഇതുപോലത്തെ ലേസുകൾ നമുക്ക് പല തരം ലേസുകൾ വാങ്ങിക്കാൻ കിട്ടും. തുണിക്കടയിൽ നിന്നും അതുപോലെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മെറ്റീരിയൽ കിട്ടുന്ന കടകളിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലത്തെ ലേസ് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ സ്റ്റേഷനറി ഷോപ്പുകളിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ലേസൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ഇതുപോലെ ഹെയർ ബാൻഡുകൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ചെറിയ പൈസയ്ക്കൊക്കെ നല്ല രസമായിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കാം, സെയിൽ ചെയ്യാം. അതുപോലെ നമ്മുടെ മക്കൾക്ക് തന്നെ ചെയ്തു കൊടുക്കാം. അപ്പോൾ സെയിലില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ട, ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് സ്റ്റോൺ ഷീറ്റ് വേണമെന്നില്ല, സ്റ്റോൺ ചെയിൻ വാങ്ങിക്കാൻ കിട്ടും, അതും വെച്ച് കൊടുക്കാം. എന്താ അതിലെ അല്ലെങ്കിൽ നമുക്ക് പോളൻസ് കിട്ടും, ആ പോളൻസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെ പലതും ചെയ്യാൻ പറ്റും.
ചെറിയ ചെറിയ ഫ്ലവറുകൾ അല്ലെങ്കിൽ ചെറിയ സ്റ്റാറുകൾ നമ്മൾ ചെറിയ സ്റ്റാറുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഗ്രീൻ കളറൊക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. പല ഐഡിയാസിൽ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ചെയ്ത രീതിയിൽ തന്നെ ചെയ്യാതെ നിങ്ങൾ പല രീതിയിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തത് ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ B7000 അല്ലാത്ത കാരണം ഒട്ടി പിടിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കുക. നമുക്ക് ഹെയർ ബാൻഡിൽ അതിങ്ങനെ പോലെയാണല്ലോ വയ്ക്കുക, വളഞ്ഞാണല്ലോ ഇരിക്കുക. അതുപോലെ അങ്ങനെ പിടിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ഒട്ടി കിട്ടില്ല. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പിടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാൻവാസിൻ്റെ ഷീറ്റ് അങ്ങ് എടുക്കാം. ഇതിപ്പോൾ ഫെൽറ്റ് ഷീറ്റ് ബ്ലാക്ക് കളർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ബാക്കിൽ നമ്മൾ ബ്ലാക്കാണല്ലോ കൊടുത്തിരിക്കുന്നത്. റെഡ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ബാക്കിൽ വരുമ്പോൾ ഒരു വ്യത്യാസം വരും കളർ. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, ബാക്ക് വെച്ചാണല്ലോ. പക്ഷെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം നമ്മളെങ്കിൽ അത് നന്നായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു പീസ് നമ്മളെപ്പോഴും ബാക്കിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫേവി ബോണ്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഗ്ലൂ ഇതാവുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത പശയേക്കാളും ഒട്ടാൻ എളുപ്പം ഫെവി ബോണ്ടാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ കണ്ടു ഒരു മഞ്ഞ കളർ, പിന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് അത് അവിടെ ഒരു എന്താ പറയുക കട്ട പിടിച്ചിരിക്കുന്ന പോലെയോ അങ്ങനെയൊക്കെ വരിക. അത് കാരണം എനിക്കിതിന് ഒരു ഇരട്ടിപ്പണിയും കൂടി വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഗ്ലൂ ഒന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ അത് കാരണം അവിടെ ഒരു കളർ വ്യത്യാസം വന്നു. അപ്പോൾ എനിക്ക് അവിടെ ഇനി ഒരു ഫ്ലവർ വെച്ച് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ടോ അവിടെ ആ ഗ്ലൂ ഒന്ന് പുറത്തേക്ക് വന്ന കാരണം അവിടെ ഒരു കളർ വന്നു. അപ്പോൾ ഇനി അവിടെ ഒരു ഫ്ലവറും കൂടി ഒട്ടിച്ച് കൊടുക്കണം. ഞാൻ വിചാരിച്ചു ഭംഗിയില്ലാതെ ആവുമെന്ന്. എൻ്റെ റെഡ് ഫ്ലവർ ഭാഗ്യത്തിന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഓരോ ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയുമേ നിർത്തായിരുന്നു. ഒരു റെഡ് ഫ്ലവർ വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിന് മാച്ചായിട്ടുള്ളത് തന്നെ വയ്ക്കണം. കണ്ടോ ബാക്കിലേക്കും അതിൻ്റെ ആ പശ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിലും ഞാനൊരു റെഡ് കളറ് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ആ പശയും കാണില്ല, പിന്നെ അതവിടെ നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഇല്ലെങ്കിൽ വിട്ടുപോകും. നമ്മൾ ഇപ്പോൾ സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് മോശമായിട്ട് വരുമല്ലോ. യൂസ് ചെയ്ത് അധികം വൈകാതെ അത് കേടായി എന്ന് പറഞ്ഞാൽ അതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലെടുത്തിട്ട് ഒന്ന് ബാക്കിലും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് അവർക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സെയിലൊക്കെ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കായാലും ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല എത്രയും ഭംഗിയായിട്ട് കിട്ടുമെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റിൽ നമുക്ക് 2 ഹെയർ ബാൻഡും കൂടി കാണാമെന്ന്. കണ്ടോ ഫസ്റ്റത്തെ ഹെയർ ബാൻഡ് ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ 2 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പുതിയ ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.